കേരളത്തിലെ പൊതുവിതരണ മേഖലയിൽ നാളെ മുതൽ ഒരു പണിമുടക്കിൻ്റെ അനിശ്ചിതമായി കടകൾ അടച്ചിട്ട് പണിമുടക്കിൻ്റെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മാധ്യമ സുഹൃത്തുക്കളുമായി ചില വസ്തുതകൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും 4 കോടി പരം മലയാളികൾക്ക് പരിമിതമാണെങ്കിൽ പോലും എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ പൊതുവിതരണ സംവിധാനം. അത് കുറ്റമറ്റ രീതിയിലേക്കും പരമാവധി മെച്ചപ്പെടുത്താനുള്ള പരിശ്രമമാണ് കഴിഞ്ഞ 3.5 വർഷക്കാലം ഗവൺമെൻറ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തെയും കണക്കുകൾ നോക്കിയാൽ 83% പരം കുടുംബങ്ങൾ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു അനുഭവമാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ, അത് കൃത്യമായി വിതരണം ചെയ്യുവാൻ എന്തെങ്കിലും കാലതാമസം ഉണ്ടാകുന്ന പ്രശ്നം വന്നാൽ ആ മാസത്തെ ഉൽപ്പന്നം വാങ്ങാൻ അടുത്ത മാസത്തെ സമയം കൂടെ അനുവദിച്ചുകൊണ്ട് ഒരാളിനും ഭക്ഷ്യധാന്യം നിഷേധിക്കാത്ത ഒരു നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം, ഒരുപാട് വിമർശനങ്ങൾ, ഇത്ര ലക്ഷക്കണക്ക് 75-80 ലക്ഷത്തോളം കുടുംബങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ചില ചെറിയ ചെറിയ വിഷയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു പരിശ്രമമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതല്ലാതെ അത്തരം പ്രശ്നങ്ങളെ തള്ളിക്കളയുകയോ നിരാകരിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഇത്തവണയാണെങ്കിൽ റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ച ആ ഘട്ടത്തിൽ തന്നെ റേഷൻ കടയിലേക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുന്ന വാതിൽപ്പടി സേവനത്തിൻ്റെ ലോറി കോൺട്രാക്ടർമാർ പണിമുടക്ക് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇന്നലെ 25-ാം തീയതി വരെ 25 ദിവസക്കാലം തുടർച്ചയായി അവർ സമരത്തിൽ ഉറച്ചു നിന്നു. 2 ഘട്ടങ്ങൾ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറായി. ആ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും അവർ അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കാതെ സമരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. എന്താ ആ സമരത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം? ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. പൊതുവിതരണം അനിവാര്യമായിട്ടുള്ള ആ ഗവൺമെൻറ് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അതിനെ വച്ച് വിലപേശുകയാണ്. അതാണ് നമ്മൾ കാണേണ്ടുന്നത്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ജനങ്ങളെ അവരുടെ ഭക്ഷണത്തെ മുൻനിർത്തി ആ ഭക്ഷണത്തെ കയ്യിൽ വെച്ച് കൊണ്ട് വിലപേശുന്ന രീതി നമ്മുടെ നാടിനൊരിക്കലും ഗുണം ചെയ്യില്ല. അങ്ങനെ 25 ദിവസക്കാലം തുടർച്ചയായി പണിമുടക്കിയപ്പോൾ വ്യാപകമായി പ്രചരണം വന്നത് കേരളത്തിലെ ഭക്ഷ്യധാന്യ വിതരണം പൂർണ്ണമായി സ്തംഭിച്ചു, ജനങ്ങൾക്ക് അന്നം മുടങ്ങി, അന്നം മുട്ടി എന്ന വ്യാപകമായി വർത്തമാനം ആളുകളിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രചരണമാണ് വന്നത്. എന്നാൽ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയേണ്ടുന്നത്, ഇന്നലെ വൈകുന്നേരം വരെ ഈ കഴിഞ്ഞ മാസം 59,31,393 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 64% കുടുംബങ്ങൾ 64% കുടുംബങ്ങൾ നമ്മുടെ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിപ്പോയി. ഇന്നലെ ഒരു ദിവസം 4,54,778 കുടുംബങ്ങൾ ഇന്നലെ ഒറ്റ ദിവസം കേരളത്തിലെ റേഷൻ ഷോപ്പുകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിയ അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ജനങ്ങളുടെ അന്നം മുടക്കാതെ ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ ഉൽപ്പന്നങ്ങൾ FCയുമായുള്ള ചർച്ചകളിൽ കരാർ ഏർപ്പെടുമ്പോൾ ആ ധാരണ ഉറപ്പാക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ള ഇടപെടലുകളെല്ലാം നടത്തിക്കൊണ്ടാണ് ഈ രീതിയിൽ കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ സമരക്കാരായി വരാൻ പോകുന്ന റേഷൻ വ്യാപാരികളോട് ഒന്നിലധികം തവണ ഞാനും ധനമന്ത്രിയും ചർച്ച നടത്തി. ഒന്നിലധികം തവണ അവരുടെ സമര നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് നടത്തിയത്. അതിനു മുന്നേ അവരുന്നയിച്ച ആവശ്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞതാണ്.
നിരന്തരമായി അവരുടെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ 3.5 വർഷം. അതിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ, അതിൻ്റെ കണക്കുകൾ ഔദ്യോഗികമാണല്ലോ, കാണാൻ കഴിയും. 1, 2, 5, 10 തവണയല്ല, ഈ 3.5 വർഷത്തിനുള്ളിൽ അവർ ഏത് വിഷയം ഉന്നയിച്ച് കത്ത് തരുമ്പോഴും ആ കത്ത് ഗൗരവമായി എടുത്തുകൊണ്ട് അവരുമായി ചർച്ച നടത്തി ആ വിഷയങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന പരിഗണന നൽകിയിട്ടുണ്ട്. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ, വ്യവസ്ഥ അനുസരിച്ച് ഒരു കട ഒരാഴ്ചയിലധികം അടച്ചിടുന്ന അവസ്ഥ ഉണ്ടായാൽ ആ കട സസ്പെൻഡ് ചെയ്ത് മറ്റൊരു കടയെ അറ്റാച്ച് ചെയ്യുന്ന ഒരു നിലപാടാണ് നമ്മുടെ നിയമം അനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞതെന്താ, എന്തെങ്കിലും ഒരു അസുഖമാണെങ്കിലോ അല്ലെങ്കിൽ വിദേശത്ത് പോകേണ്ട അവസ്ഥയോ മക്കളുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായി ഒരു മാസക്കാലം മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കട സസ്പെൻഡ് ചെയ്ത് മറ്റൊരു കടയെ അറ്റാച്ച് ചെയ്യുന്നത് ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് ആ വിഷയം ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ 3 മാസക്കാലം തുടർച്ചയായി കട നടത്താൻ ലൈസൻസ് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ആ കടയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാത്ത നിലയിലുള്ള ഉത്തരവ് കൊടുക്കുകയുണ്ടായി. ഞാൻ എൻ്റെ ഗൗരവം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളു. ഇതുപോലെ എല്ലാ വിഷയങ്ങളിലും അവരോട് അനുകൂലമായിട്ടുള്ള അനുഭാവപൂർണ്ണമായ നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്.